അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രംപിനെ പൂട്ടാൻ വേണ്ടിയിട്ട് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ അതിലേക്ക് സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതായത് ഇസ്ലാമാബാദില് ആദ്യഘട്ടത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഇരു കൂട്ടരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഒരു തരത്തിലും യോജിക്കാത്ത രീതിയിൽ ആ ചർച്ച അലസിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനുശേഷമാണ് ട്രംപ് വന്നിട്ട് പറയുന്നത് ഇറാന്റെ നഗരങ്ങളെ നരകം കാണിക്കും, അതേപോലെ തന്നെ ഇറാനെ സ്റ്റോണേജിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ഈ പറയുന്ന ട്രംപിന്റെ കാര്യങ്ങൾ മാറുകയും അതേപോലെ തന്നെ ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരെ ട്രംപ് ആക്ച്വലി ഈ പറയുന്ന രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്കും കൂടെ കാര്യങ്ങൾ പോയി. അപ്പോഴാണ് ഇറാൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, സാധാരണ രീതിയിലുള്ള അന്താരാഷ്ട്ര ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടും നയതന്ത്ര ചർച്ചകളിൽ നിന്നുകൊണ്ടും നയതന്ത്ര വാക്കുകൾ ഉപയോഗിച്ചിട്ടും അതിന്റെ ലേഔട്ടിലും ട്രംപിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഇറാൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. അതിനുശേഷം സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ഉപയോഗിച്ച് ട്രംപ് പറയുന്ന ഭാഷയെ ഡീകോഡ് ചെയ്തെടുക്കാൻ തുടങ്ങി ഇറാൻ. എന്നിട്ട് ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നത്, ട്രംപിന് കൊടുക്കുന്ന ഈ കാര്യങ്ങൾ ട്രംപ് വായിച്ചു നോക്കാത്തതിന്റെ പ്രശ്നം എന്താണ്, ട്രംപ് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നതിന്റെ റീസൺസ് എന്താണ്, അയാൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്തെടുത്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാക്കുകള്, അതേപോലെ തന്നെ അയാൾക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിൽ ആ കണ്ടന്റിന്റെ ലേഔട്ട് മാറ്റി, അതേപോലെ തന്നെ അയാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കരാറിനെ എഴുതി വെച്ചു. അതേപോലെ തന്നെ ഒരു ബിസിനസ് മാൻ ഇഷ്ടമാവുന്ന രീതിയിലേക്കുള്ള വാക്കുകളൊക്കെ ഇറാൻ ഉപയോഗിച്ചു അതിനകത്ത്. ഇതിലൂടെയാണ് യഥാർത്ഥത്തില് ഇറാന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ ഈ ചർച്ചയെ കൊണ്ടെത്തിച്ചതും ഇപ്പൊ ഒരു കരാറിലേക്ക് എത്തിയതും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ചില വിശദമായ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. സാധാരണയായി രാജ്യാന്തര ചർച്ചകളിൽ ഉപയോഗിക്കാറുള്ള കടുംപിടുത്തം പിടിച്ച നിയമപരമായ ഭാഷയും ചട്ടക്കൂടുകളും ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഫലപ്രദമാകുന്നില്ലെന്ന് ഇറാൻ നയതന്ത്രം തിരിച്ചറിഞ്ഞു. അതായത് അത്തരം ഭാഷകൾ ഉപയോഗിച്ച് ട്രംപിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അയാൾക്കത് മനസ്സിലാവുന്നില്ല, അയാൾക്കത് ഇഷ്ടവുമല്ല എന്നുള്ളത് ഈ പറയുന്ന ഇറാൻ തിരിച്ചറിഞ്ഞു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ആദ്യത്തെ ഉഭയകക്ഷി ചർച്ചകൾ കടുത്ത അനിശ്ചിതത്വത്തിലാണ് പിരിഞ്ഞത്. ഇതിന് പിന്നാലെ ട്രംപിന്റെ മാനസികാവസ്ഥയും ചിന്താഗതിയും കൃത്യമായി ഡീകോഡ് ചെയ്യാൻ ഇറാൻ രണ്ട് മുതിർന്ന മനഃശാസ്ത്രജ്ഞരെ ഉപദേശക സമിതിയിലേക്ക് നിയോഗിച്ചു. ഇറാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്താത്ത വ്യവസ്ഥയിൽ ഡ്രോപ്പ് സെറ്റ് ന്യൂസ് ആണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ട്രംപിന്റെ മാനസികാവസ്ഥയും പെരുമാറ്റ രീതികളും കൃത്യമായി കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രണ്ട് മുതിർന്ന സൈക്കോളജിസ്റ്റുകളെ ചർച്ചാ സമിതിയിൽ ഉൾപ്പെടുത്തിയത്. ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള ഞങ്ങളുടെ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ ഇവരുടെ സഹായം തേടി എന്നുള്ളതാണ് പറഞ്ഞത്. ഏപ്രിലിലെ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിർദ്ദേശങ്ങൾ കൈമാറാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈക്കോളജിസ്റ്റുകൾ ഇറാന്റെ സംഘത്തെ സഹായിക്കാൻ തുടങ്ങിയത്. ട്രംപിന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ സന്ദേശങ്ങളുടെ ഘടന മാറ്റി എഴുതുകയായിരുന്നു ഇവരുടെ പ്രധാന ചുമതല. ഇനി ഇതില് 3 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതില് മധ്യസ്ഥർ വഴി ട്രംപിന് കൈമാറുന്ന കത്തുകളുടെ നിർദ്ദേശങ്ങളുടെ ഭാഷ, അതിന്റെ ടോണ്, വിഷ്വൽ ലേഔട്ട്, ഇത് ട്രംപിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഈ കഠിനമായ നയതന്ത്ര പാദാവലികൾക്ക് പകരം ട്രംപിന് വ്യക്തിപരമായി താല്പര്യമുള്ള ചില ഘടകങ്ങളിലേക്ക് സന്ദേശങ്ങൾ രൂപീകരിച്ചു. അതായത് ഇതിന്റെ ഒരു ഹിസ്റ്ററി അല്ല, ഇതിന് ഒരു മുന്നേ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ ആദ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കരാർ, അല്ലെങ്കിൽ ഇറാൻ ആദ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ 14 നിർദ്ദേശങ്ങള് ട്രംപ് വായിച്ചു നോക്കുക പോലും ചെയ്യാത്ത രീതിയിൽ തള്ളി എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്
ഉപകാരമില്ലാത്തതും അമേരിക്കക്ക് ഉപകാരപ്രദവുമാവുന്ന രീതിയിലുള്ള കരാറിനെ മാത്രമേ അംഗീകരിക്കൂ. ഞാനത് വായിച്ചു നോക്ക പോലും നോക്കാതെ ഞാനത് തള്ളി എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിന്റെ റീസൺ ട്രംപിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഭാഷ, അതേപോലെ തന്നെ ട്രംപിന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽ ലേഔട്ട്, ബിസിനസ്മാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ, ഇതൊന്നും ഇല്ലാത്തതായിരുന്നു അതിന്റെ മേജർ പ്രശ്നം എന്നുള്ളത് ഇറാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിലെ 3 പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ പോയിന്റ് വ്യക്തിപരമായ അന്തസ്. കരാറിലൂടെ ട്രംപിന് ആഗോളതലത്തിൽ ലഭിക്കാവുന്ന അംഗീകാരങ്ങൾക്ക് ഊന്നൽ നൽകി. ഇയാൾ ആക്ച്വലി അത്യാവശ്യം അറിയപ്പെടാനും അതേപോലെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ഒന്ന് പൊങ്ങാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോ ഇതിൽ നയതന്ത്രപരമായിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങള്, അതിന്റെ ചട്ടക്കൂടുകളൊക്കെ പറയുന്നതിന് പകരം ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവും, നിങ്ങൾക്ക് ഭയങ്കര യൂസ് ആണെന്നുള്ള രീതിയിൽ ട്രംപിനൊന്ന് പൊക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇവർ എഴുതി വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നേരിട്ടുള്ള ഇടപെടലുകൾ. ബ്യൂറോക്രസിയുടെ തടസ്സങ്ങളില്ലാതെ ട്രംപിന് നേരിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു. ഇതിനും ഒരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി ഒരാളുടെ തീരുമാനത്തിൽ മാത്രം നിന്ന് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെന്റഗണിനും ഈ പ്രശ്നമുണ്ട്. ട്രംപ് ഇമ്പൾസീവ് ആയിട്ട് തീരുമാനം എടുക്കുന്നു. അതേപോലെ തന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയ കൊടുക്കുന്ന സമയത്ത്, നെതന്യാഹു കൊടുക്കുന്ന സമയത്ത് ട്രംപ് ഇമ്പൾസീവ് ആയിട്ട് തീരുമാനം എടുക്കുന്നതിൽ ആക്ച്വലി പെന്റഗണ് പ്രശ്നമുണ്ട്. അപ്പൊ ട്രംപ് ഇങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അന്താരാഷ്ട്ര ചട്ടക്കൂടുകളും ഭാഷയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ട്രംപിന് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, ട്രംപിന് സ്വയമേ തീരുമാനം എടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ഇവര് അവതരിപ്പിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ലളിതമായ നേട്ടം. ഇരുവിഭാഗത്തിനും ബിസിനസ് രീതിയിൽ ലാഭകരമായേക്കാവുന്ന ഡീലുകൾ എന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെയാണ് അടുത്ത പോയിന്റ് കിടക്കുന്നത്. ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്. അയാൾക്ക് ഒരു ഡീല് നടത്തിയാൽ എനിക്കെന്താണ് ലാഭം, എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഡീല്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള വാക്കുകളാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന. ഡീലാണ്. ഡിപ്ലോമസിയിൽ എന്ത് ഡീലാണ്? ബിസിനസ്സിലാണ് ഡീല്. പക്ഷേ ആക്ച്വലി ഇറാൻ ഇവിടെ സംസാരിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനോടല്ല, ട്രംപ് എംപയറിന്റെ അല്ലെങ്കിൽ അതിന്റെ തലവനായിട്ടുള്ള ബിസിനസ്മാനോട് സംസാരിക്കുന്ന ഭാഷയിലും ടോണിലുമാണ് സംസാരിച്ചേ. നിങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്കാണ് കൂടുതൽ ലാഭം, ഞങ്ങൾക്ക് കുറച്ച് ലാഭമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഭയങ്കര ഉയരത്തിലേക്ക് വരാം എന്നുള്ള രീതിയിൽ ബിസിനസ്മാനോട് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചെന്നുള്ളത്. ഇതാണ് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളതാണ്. ട്രംപിന് സ്വയം പൊങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. ട്രംപിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ട്രംപിന് ലാഭം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ സാധാരണ ഒരു പ്രസിഡന്റിനോട് ഒരു ഡിപ്ലോമാറ്റിക് ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഡിപ്ലോമസിയുടെ ലാംഗ്വേജ് തന്നെ വേറെ. അപ്പോ ആ രീതിയിലല്ലാണ്ട് സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ഉപയോഗിച്ച് ട്രംപിന്റെ ഭാഷയെ ഡീകോഡ് ചെയ്തെടുത്തിട്ടാണ് ഇവർ അവതരിപ്പിച്ചത്. ഈ അവതരണത്തിന് ശേഷം കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിനെ കയറി അടിച്ചപ്പോ ട്രംപ് മിണ്ടിയിട്ടില്ല. ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ ലെബനോൻ ആക്രമിക്കുമ്പോൾ ട്രംപ് പോയിട്ട് നെതന്യാഹുവിനെ നിശിതമായിട്ട് വിമർശിക്കുന്നത്. അത് മാത്രമല്ല, എവിടെ അടിച്ചാൽ ട്രംപിന് കൊള്ളും എന്നുള്ളതും കൂടെ ഇവർ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ അമേരിക്ക ആക്ച്വലി അപ്പാഷെ ഹെലികോപ്റ്ററിന് അടിച്ചിട്ടതിന് ശേഷം അമേരിക്ക ഈ പറയുന്ന ദ്വീപുകൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പോയിട്ട് ജോർഡാൻ അടക്കം ആക്രമിക്കുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ ഡീൽ, ഈ ഡീകോഡിങ് വഴിയാണ്. ട്രംപിനെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോ ഇങ്ങനെയാണ് യഥാർത്ഥത്തില് ട്രംപിനെ ആ വഴിയിലോട്ട് അങ്ങ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇതിന് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്. ട്രംപിന് ബുദ്ധി ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് 3 പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ ബുദ്ധി ഉണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടെന്ന് ട്രംപ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ബാക്കി റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ ഈ മാറ്റം ചർച്ചകളിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. പരസ്യമായി വാക്പോരുകളിലേക്കും ഉപരോധങ്ങളിലേക്കും നീങ്ങിയിരുന്ന ചർച്ചകൾ പെട്ടെന്ന് തന്നെ ഇരുവർക്കും സമ്മതമായ ഒരു ധാരണ പത്രത്തിലേക്ക് വഴിമാറാൻ ഇത് കാരണമായി. $300 ബില്യൺ ആണ് ഈ ഇറാന് കിട്ടാൻ പോകുന്നത്. $24 ബില്യൺ ഈ വിദേശത്ത് കെട്ടിക്കിടക്കുന്ന
ഇവരുടെ സ്വത്തുക്കൾ വരെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ശേഷമാണെന്നുള്ളതാണ്. ഇനി സൈക്കോളജിസ്റ്റുകളെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ കാര്യമായ പുരോഗതിയും അനുകൂലമായ മാറ്റങ്ങളും ദൃശ്യമായതായി ഇറാനി ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ചരിത്ര രേഖകളിലെ മുൻതൂക്കം. അത് കുറച്ചും കൂടെ ഇറാൻ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭാവി തലമുറ ഈ ചർച്ചകളെ എങ്ങനെ മനസ്സിലാക്കും, അപ്പൊ അതിൽ ആരാണ് ഏറ്റവും ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്തത്, ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത് ആരാണെന്നൊക്കെയുള്ള രീതി അത് റിഫ്ലക്ട് ആവുന്ന രീതിയിലേക്ക് ആ ചർച്ചകൾ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ഈ ഡിപ്ലോമസിയിൽ തന്നെ ഒരു പുതിയ ചരിത്രമാണ് ഇതൊക്കെ. ആക്ച്വലി ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാളെ മനസ്സിലാക്കി അയാൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതെല്ലാം സംഭവിച്ചപ്പോ ആക്ച്വലി സംഭവിച്ചത് എന്താണ്? നെതന്യാഹുവിന്റെ ജനപ്രീതി ഇടിഞ്ഞു. നെതന്യാഹുവും ട്രംപും രണ്ട് വഴിക്കായി പോയി. ഇനിയിപ്പോ നെതന്യാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പുള്ളി എന്ത് ചെയ്യുന്നുള്ളത് നോക്കിയിരിക്കാം ഇനിയിപ്പോ.